നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളീച്ചകളെ കുറിച്ചാണ്. നമ്മുടെ തെങ്ങുകളിലും നമ്മുടെ ഇവിടുത്തെ ചെടികളിലും ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളീച്ച ശല്യം കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഈ തെങ്ങിന്റെ ഓലയുടെ അടിയിൽ കാണുന്ന വെളുത്ത നിറത്തിൽ കാണുന്നതാണ് വെള്ളീച്ചയും വെള്ളീച്ചയുടെ മുട്ടയും വെള്ളീച്ചയുടെ കൂടുമാണ് നമ്മൾ ആ ഒരു വെളുത്ത നിറത്തിൽ കാണുന്നത്. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയൊരു പ്രാണി ഇതിൽ നിന്നിങ്ങനെ പറന്നു പോകുന്നത് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. 2016 ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയത്. എന്നാൽ 2004 ലാറ്റിൻ അമേരിക്കയിലാണ് ആദ്യമായിട്ട് വെള്ളീച്ചയുടെ ആക്രമണം കണ്ടു തുടങ്ങിയത്. അവിടെ നിന്നാണ് ലോകത്തിന്റെ പല ഭാഗത്തേക്കും വെള്ളീച്ച ആക്രമണം കടന്നു വരാൻ വേണ്ടി തുടങ്ങിയത്. 39 ദിവസം കൊണ്ടാണ് ഇതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. ഫസ്റ്റ് ലാർവയായിട്ടും പിന്നെ അതിനുശേഷം അഡൽട്ടായിട്ടുമാണ്. ഇതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുമ്പോഴത്തേക്കും 1600ഓളം തലമുറകൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഇതിന് മുട്ട വിരിയാൻ വേണ്ടി എടുക്കുക വെറും 10 ദിവസം മാത്രമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വെള്ളീച്ചയും വെള്ളീച്ചയുടെ കുഞ്ഞുങ്ങളും ഇലയിലെ ജലാംശം വലിച്ചെടുക്കുന്നത് വഴി നമ്മുടെ ചെടിയുടെയും തെങ്ങിന്റെയും ഒക്കെ ഹെൽത്ത് കുറയാനും അതുകൊണ്ട് തന്നെ വിളവ് കുറയാനും ഇടയാകും. അതുപോലെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുക ഈ ഒരു വരണ്ട കാലാവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിന്റെ ഒരു ശല്യം കൂടാനാണ് സാധ്യത. കാരണം മാർച്ച് ഏപ്രിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, വെള്ളീച്ച കൊണ്ട് നമുക്കുള്ള ശല്യം, വെള്ളീച്ച ഒരു ദ്രാവകം പുറപ്പെടുവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വെള്ളീച്ച ഉള്ള ചെടിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ തലയിലൊക്കെ മുട്ടുമ്പോൾ ഇങ്ങനെ ഒരു പശ പോലെ ഒട്ടി വരുന്നത് സൂട്ടി മോൾഡ് എന്ന ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് കാരണവും നമുക്ക് പ്രശ്നം വരുന്നുണ്ട്. ഈ സൂട്ടി മോൾഡ് ഫംഗസ് കാരണമാണ് ഇലയുടെ മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ ഇങ്ങനെ ഈ ഒരു കറുത്ത് പുള്ളിക്കൊത്ത് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഫംഗസ് വരുമ്പോഴത്തേക്കും പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെടിയുടെ വളർച്ചയെയും ഹെൽത്തിനെയും വിളവിനെയും എല്ലാം ഇത് കാര്യമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്ന് നോക്കാം. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പ്രേ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിക്കുക. 1 ലിറ്റർ വെള്ളവും കൂടി എടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളീച്ച ശല്യമുള്ള ആ ഒരു ഇലയുടെയൊക്കെ ഭാഗത്തായിട്ട്. രണ്ടാമത് വരുന്നത് നമ്മുടെ മൈദ വച്ചിട്ടുള്ളതാണ്. 1 കിലോഗ്രാം മൈദ എടുത്തിട്ട് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഈ ഓലയുടെ മുകളിൽ, ചെടിയുടെ മുകളിലൊക്കെ വെള്ളീച്ച കാണുന്ന ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഈ മൈദ ഉണങ്ങി താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളീച്ചയും താഴത്തേക്ക് ഉണങ്ങി വരുന്നതായിരിക്കും. അതുവഴി നമുക്ക് വെള്ളീച്ചയുടെ ശല്യം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ ലേഡി ബിറ്റിൽ എന്നുള്ള കീടങ്ങളെ വിട്ടുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ശല്യം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ വെള്ളീച്ചകളുടെ ശല്യം കുറക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യലാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു തെങ്ങുകളെ മാത്രമായിട്ട് ചെയ്താലും അത് വീണ്ടും പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ഒരു ലക്ഷദ്വീപിന്റെ ഒരു ഇതനുസരിച്ച് തെങ്ങുകൾ എപ്പോഴും അപ്പുറത്തെ അവരുടെ തെങ്ങും ഇപ്പുറത്തെ നമ്മുടെ തെങ്ങും എല്ലാം ചേർന്നിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഗുണം കാണില്ല. എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് നിന്ന് നാട്ടിലെ മൊത്തം വെള്ളീച്ചകളെയും കളഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ബീച്ചിലൊക്കെ പോയിരുന്നിട്ടും ഓപ്പൺ ബീച്ചിലൊക്കെ ഇരുന്നിട്ട് ഇപ്പം നമ്മൾ അന്താ ബീച്ചിൽ പോവുകയാണെങ്കിലും ലഗൂൺ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ പ്ലേസിൽ ഇരുന്നിട്ടായിരിക്കും, നമ്മൾ തുറസായ സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇത് വെള്ള കളറായത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൽ വീണാൽ നമ്മൾ കാണാൻ സാധ്യതയില്ല, നമ്മൾ ഇതിനെ കഴിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. പൊതുവെ ഇത് ബീച്ച് സൈഡിൽ വെള്ളീച്ച കുറവായിട്ടാണ് കണ്ടുവരുന്നത്. നമ്മുടെ ആ ഒരു നാട്ടിൻ്റെ അകത്തേക്കൊക്കെയാണ് വെള്ളീച്ച ഇപ്പം തെങ്ങുകളെ മാത്രമല്ല നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ചെടികളിലും ഇപ്പം നല്ലപോലെ വെള്ളീച്ച ബാധിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ടീം വർക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതാണിത്. അതുപോലെ ശ്വാസം മുട്ടയൊക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ പോകുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോലും ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇരുന്നിട്ടൊക്കെ എണീറ്റ് നമ്മൾ നോക്കേണ്ടി വരും. കാരണം വെള്ളീച്ച പറ്റിയിട്ടുണ്ടാവും മിക്കവാറും നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ തന്നെ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളീച്ചകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ
നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.